അപ്പൊ നമുക്ക് എൻ ശിവരാജൻ ബിജെപിയുടെ പ്രധാനപ്പെട്ട നേതാവാണ്. ശ്രദ്ധേയമായി തോന്നിയ ഒരു കാര്യം, ഈ സന്ദീപ് പോകുമ്പോൾ ഒന്നും സംഭവിക്കില്ല എന്ന് കെ സുരേന്ദ്രൻ അടക്കം പറയുമ്പോൾ അദ്ദേഹം മറിച്ചാണ് പറയുന്നത്. പാർട്ടിക്ക് പ്രതിസന്ധിയാണ് സന്ദീപിന്റെ പോക്ക് എന്നാണ് മുതിർന്ന നേതാവ് എൻ ശിവരാജൻ പറയുന്നത്. സന്ദീപ് ജനസ്വാധീനമുള്ള നേതാവാണെന്നും അദ്ദേഹം മനോരമ ന്യൂസിനോട് പറഞ്ഞു. അദ്ദേഹത്തെ കേട്ടിട്ട് വരാം. മുതിർന്ന ബി.ജെ.പി. നേതാവ് എൻ ശിവരാജൻ മനോരമ ന്യൂസിനൊപ്പം ചേർന്നു. നേതാക്കന്മാർ പാർട്ടി വിടുന്നതിൽ സങ്കടം വല്ല ബുദ്ധിമുട്ടല്ല ഈ സമയത്ത്? ദുഃഖമുണ്ട്. ആര് പാർട്ടിയിലും പോകാൻ പാടില്ല. എല്ലാവരും ഞങ്ങളൊക്കെ വളർത്തിയ ജയിലിൽ കിടന്നും അടികൊണ്ടും അടിയന്തരാവസ്ഥ മുതൽ നിരവധി ജയിലിലും അടിയും CPM-ൻ്റെ തല്ലും കോൺഗ്രസിൻ്റെ തല്ലൊക്കെ കൊണ്ട് വളർത്തിയ പ്രസ്ഥാനം, രക്തം കൊടുത്ത് വളർത്തിയ പ്രസ്ഥാനമാണ്. ഇതൊന്നും ആര് പോകുമ്പോഴും നമുക്ക് വിഷമമുണ്ട്. എന്നാൽ അവരെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയില്ല. അവർക്ക് അതിനെക്കാട്ടിയും വലിയ ചെയറുകളോ വലിയ സ്ഥാനമാനങ്ങളോ കിട്ടുകയാണെങ്കിൽ അത് അവരെ ലക്ഷ്യമാണ്. ഈ പ്രസ്ഥാനത്തിന് ഒരു കോട്ടവും പറ്റില്ല. സന്ദീപ് വാര്യർ പാർട്ടി വിടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ യുവ പ്രവർത്തകർക്കൊക്കെ ഒരു വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അത് ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയല്ലേ? ഞാൻ 1965 മുതൽ തിരഞ്ഞെടുപ്പ് ഒ രാജഗോപാൽ ദീപചിഹ്നത്തിൽ മത്സരിച്ച് 2000 വോട്ടിൽ ലഭിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ആളാണ്. TN ഭരതനും KG മാരാരും ഒ രാജഗോപാലും ദേവകിയമ്മയും വേലൻകുട്ടി മാസ്റ്ററും എല്ലാം ഉഴുതുമറിച്ച മണ്ണാണ് പാലക്കാട്. കാവി മണ്ണ് വളരെ ശക്തമാണ്. ഈ മണ്ണിൽ ഒരു തരി മണ്ണെടുക്കാൻ പോലും ഒരു പ്രവർത്തകർക്ക് സാധ്യമല്ല. പ്രവർത്തകർക്കിടയിൽ ചെറിയ രാഷ്ട്രീയ കുഴപ്പമുണ്ടായിട്ടില്ല ഇപ്പോൾ? അത് എനിക്കില്ല. എനിക്ക് എൻ്റെ പ്രസ്ഥാനം അങ്ങനെ ഒരു സന്ദീപിനെ പോലെ അത്രയും തീവ്രമായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു നേതാവ് പോകുമ്പോൾ ഒരു പ്രശ്നം, ഒരു യുവ നേതാവ് പോകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഉണ്ടാവും. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ മറികടക്കാനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട്. അതുണ്ട്. സന്ദീപ് നല്ല പ്രവർത്തകരെ ആകർഷിക്കുന്ന ഒരു നേതാവാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇത്തവണ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ കുങ്കുമഹരിത പതാക 23 കൗണ്ടിങ് നടക്കുന്ന 23-ാം തീയതി കാലത്ത് 11 മണിക്ക് എൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി, എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാനാർത്ഥി ഞാൻ കഴുത്തിന് മാലയിട്ട് വിക്ടോറിയ കോളേജിൽ കൊണ്ടുവരും. സന്ദീപ് വാര്യർ BJP കോൺഗ്രസിലേക്ക് പോയപ്പോൾ അത് ഒരു തരത്തിലും ഇവിടെ ബാധിക്കില്ല എന്ന് ഇന്നലെ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ കുറച്ച് BJP കൗൺസിലർമാർ കൂടി സന്ദീപിൻ്റെ വഴി തിരഞ്ഞെടുത്ത് പോകുന്നതൊക്കെ ഒരു കഥകൾ കേൾക്കുന്നു. ആ കഥ എത്ര സത്യമാണ്? എത്ര കഥകൾ വേണമെന്നില്ല. പാലക്കാട് നഗരത്തിൽ BJP കൗൺസിലർമാരുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അറിയാത്ത ആളുകളാണ് അത് പറയുന്നത്. ഞങ്ങളെല്ലാം RSSൻ്റെ ശാഖയിലൂടെ പൊതുപ്രവർത്തന രംഗത്ത് വന്ന ആളുകളാണ്. ആ മാതൃസംഘടനയെ മറന്നിട്ടൊന്നും ഞങ്ങൾ പ്രവർത്തിക്കില്ല. ഞങ്ങളൊന്നും ആരും ഒരു കൗൺസിലർ ആവാമെന്ന് വിചാരിച്ച് സംഘടനയിൽ വന്ന ആളുകളല്ല, അല്ലെങ്കിൽ ഒരു കസേര പ്രതീക്ഷിച്ച് വന്ന ആളുകളല്ല. കസേര പ്രതീക്ഷിച്ച ആളുകൾ കസേര കിട്ടിയില്ലെങ്കിൽ പോവും. അപ്പുറത്തെ കസേര കിട്ടുമെന്ന് നോക്കിയാൽ മതി. മുതിർന്ന നേതാവ് ശിവരാജൻ പറഞ്ഞതേ ഈ ഇപ്പോൾ സന്ദീപ് വാര്യരുടെ പോക്ക് അത് പ്രശ്നമാണ്, അത് നഷ്ടമാണ് തരത്തിലൊരു പുള്ളി പ്രതികരണം നടത്തി. അങ്ങനെ മനസ്സിലാക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം ഏത് സാധാരണ പ്രവർത്തകൻ പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് അതിൻ്റെ വിഷമമുണ്ടാവും. പക്ഷേ പുകഞ്ഞ കൊള്ളി പുറത്തുനിന്ന് തന്നെയാണ്. അത് ഏത് ചെറിയ പ്രവർത്തകൻ പോയാലും ശിവരാജനെ കുത്തിയിളക്കാൻ എന്നൊരാൾ പോയിരുന്നു. പാവം, നിരാശയായി. ശിവരാജനെ കുത്തിയിളക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഒരാൾ അയച്ചിരുന്നു. എന്നിട്ട് അവിടെ എത്തിയപ്പോൾ ശിവരാജന്റെ വായിന്ന് എല്ലാം കേട്ടിട്ട് വന്നു. അല്ല, ഒന്നും ഞാൻ പറഞ്ഞല്ലോ, ഇത് പിന്നെ ചില ആളുകൾക്ക് ഒരുതരം മാനസിക വിഭ്രാന്തി വന്നിരിക്കുകയാണ്. ഞങ്ങൾ ജയിക്കുന്നതായപ്പോൾ തയ്ക്കാനേ പറ്റുന്നില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള അഭ്യാസങ്ങളാണ്. അതൊക്കെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. നമ്മൾ BJP ഒരു കാരണവശാലും ജയിച്ചുകൂടാ എന്ന് ചില ആളുകൾക്ക് അങ്ങനെ ഒരു AC മുറിയിൽ ഇരുന്നിട്ട് അവരിങ്ങനെ പിന്നെ പറയാൻ BJP ജയിച്ചുകൂടാ, അതിനുവേണ്ടി എന്തും ചെയ്യും, ആര് വേണമെങ്കിലും ഇറക്കും, വിവാദ ദിവസങ്ങളിൽ തന്നെ ആളെ ഇറക്കും. നിങ്ങളല്ലേ പറഞ്ഞു? ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ കുറേ പേരെടുത്ത് പോയല്ലോ, ഒരു നാണോ ഇല്ലാതെ കുടയും പിടിച്ചിട്ട്. അവരാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അങ്ങനെ കാശും ഒന്നും കണ്ടും മയങ്ങുന്നവരല്ല അവർ. നിങ്ങൾ കുറേ പേരെടുത്ത് രാവിലെ മുതൽ പോകുന്നുണ്ടല്ലോ. പോയവരൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്. അല്ല, പോയവരൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്. ഞങ്ങളെ പാർട്ടി അത്രയ്ക്കും അല്ല, കുത്തി ഇളക്കുന്നതൊക്കെ കാണുന്നത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടല്ലോ. നമ്മൾ വെറുതെ എന്തിനാവശ്യമില്ല ചർച്ച ചെയ്യും.